സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് സൈബർ യുഗത്തിൽ അപകടകരമാണെന്ന് ജില്ലാ കളക്ടർ വി.ആർ. വിനോദ്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ NIC സംഘടിപ്പിച്ച സുരക്ഷിത ഇന്റർനെറ്റ് ജില്ലാതല ട്രെയിനിംഗ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. നിലമ്പൂർ നഗരസഭയുടെയും കൃഷിവകുപ്പിന്റെയും സഹകരണത്തോടെ പച്ചക്കറി കൃഷി ആരംഭിച്ചു. വീട്ടിച്ചാലിൽ തരിശുഭൂമിയിലാണ് വേനൽക്കാല കൃഷി തുടങ്ങിയത്. നിലമ്പൂർ നഗരസഭയിൽ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആസൂത്രണ സമിതി യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ മലപ്പുറം ജില്ലാ പര്യടനം വൻ വിജയമാക്കാൻ UDF പ്രവർത്തകർ സജ്ജരാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA. പ്രവാസി കമ്മീഷന് മുൻപിലെത്തുന്ന പരാതികളിൽ ഭൂരിഭാഗവും സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടതാണെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ്. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പ്രവാസി കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. വാർത്തകൾ വിശദമായി. സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് സൈബർ യുഗത്തിൽ അപകടകരമാണെന്ന് ജില്ലാ കളക്ടർ വി.ആർ. വിനോദ്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ NIC സംഘടിപ്പിച്ച സുരക്ഷിത ഇന്റർനെറ്റ് ജില്ലാതല ട്രെയിനിംഗ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. അഭിപ്രായം പറഞ്ഞാൽ പക്ഷെ അത് അവരെ ബാധിക്കില്ലേ എന്ന് പലരും ആലോചിക്കും. കാരണം ഒരു സ്വകാര്യ വ്യക്തിക്കെതിരായിട്ട് അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിൽ അദ്ദേഹം എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആളാണെങ്കിലോ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലോ ആ ബിസിനസ്സിനെ നശിപ്പിച്ചു കളയാൻ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അയാളെ നിലനിൽപ്പ് നശിപ്പിച്ചു കളയാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പം ഇത്രയധികം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് റിയലായിട്ടുള്ള കാര്യങ്ങളല്ല. അഭിപ്രായം പറയുമ്പോൾ ശ്രദ്ധിക്കണം. മറ്റൊരാളെ പറ്റി അഭിപ്രായം പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കും നിയമപരമായിട്ട് എന്തഭിപ്രായം, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എന്തഭിപ്രായവും പറയാമെന്ന് വിചാരിക്കുന്നതും ഇപ്പോൾ ഈ സൈബർ യുഗത്തിലെ അപകടമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനെപ്പറ്റി ആലോചിക്കുകയും ഇത്തരത്തിൽ നമ്മൾ മറ്റ് പറയുന്നത് പോലെ തന്നെ വളരെ അപകടകരമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. സൈബർ ക്രിമിനലുകൾ ടെക്നോ സ്മാർട്ടാണ്. സൈബർ ക്രൈമുകളിൽ റിസർച്ച് ചെയ്യുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ വരെയുണ്ട്. ഇക്കാലത്ത് ഇന്റർനെറ്റ് അവബോധവും സുരക്ഷയും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ജില്ലയിൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അറസ്റ്റിലാകുന്നത് 19-നും 20-നും ഇടയിലുള്ള കുട്ടികളാണെന്നും കളക്ടർ പറഞ്ഞു. പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സുരക്ഷിത ഉപയോഗവും എന്ന വിഷയത്തിൽ മലപ്പുറം സൈബർ സെൽ ഇൻസ്പെക്ടർ ബിജു കെ പട്ടത്ത് ക്ലാസ് എടുത്തു. AI ടൂളുകൾ എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ശക്തമായ പാസ്വേഡുകൾ സെറ്റ് ചെയ്യുവാനും കുട്ടികളുടെ ഫോൺ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുവാനുമുള്ള പാരന്റൽ കൺട്രോൾ സംവിധാനവും അദ്ദേഹം വിശദീകരിച്ചു. ഫെബ്രുവരിയിലെ 2ാമത്തെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇന്റർനെറ്റ് ദിനമായി ആചരിക്കുന്നത്. NIC ഓഫീസർ സഹന, NIC സ്റ്റാഫുകൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. നിലമ്പൂർ നഗരസഭയുടെയും കൃഷിവകുപ്പിന്റെയും സഹകരണത്തോടെ പച്ചക്കറി കൃഷി ആരംഭിച്ചു. വീട്ടിച്ചാലിൽ തരിശുഭൂമിയിലാണ് വേനൽക്കാല കൃഷി തുടങ്ങിയത്. 2 വർഷം കൊണ്ട് നഗരസഭയെ തരിശുഭൂമി രഹിതമാക്കുമെന്ന് വിത്തിട്ട് നഗരസഭാധ്യക്ഷ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. നിലമ്പൂർ നഗരസഭയെ ഒരു തരിശുരഹിത നഗരസഭയാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണിത്. ഘട്ടം ഘട്ടമായി അത് നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ കൂടി അത് അടുത്ത സാമ്പത്തിക വർഷത്തോടു കൂടി ഞങ്ങൾക്കതിന് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. വികസന സ്ഥിര സമിതി അധ്യക്ഷ മുംതാസ് ബാബു അധ്യക്ഷയായി. കൌൺസിലർ ES മുജീബ് റഹ്മാൻ സംസാരിച്ചു. KM എബ്രഹാം പാട്ടത്തിനെടുത്ത 1.25 ഏക്കറിൽ പയർ, വെണ്ട, തണ്ണിമത്തൻ, വെള്ളരി, കുമ്പളം തുടങ്ങിയവയ്ക്കാണ് വിത്ത് പാകിയത്. പുറമെ വാഴ, കാട്ടുപന്നിയെ പ്രതിരോധിക്കുവാൻ കൃഷിയിടത്തിൽ ചുറ്റും മഞ്ഞൾ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്.
നിലമ്പൂർ നഗരസഭയിൽ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആസൂത്രണ സമിതി യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ ഈ നാടിൻ്റെ ഭാവി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ പരിണിത പ്രജ്ഞരായി നമ്മളുടെ വിവിധ മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗസ്ഥരും പിന്നെ അതേപോലെ തന്നെ ആസൂത്രണത്തിൽ മികവ് പുലർത്തിയ ആളുകൾ, അതിനെക്കുറിച്ച് നല്ല അവഗാഹമുള്ള ആളുകളുമാണ് കമ്മിറ്റിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാരം, ജോലിയുടെ ഭാരം വളരെ ലഘൂകരിച്ചതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട നിർദ്ദേശങ്ങൾക്ക് വഴിമാറിക്കൊണ്ട് ഞാൻ എൻ്റെ ഭാഗം പുരാമെന്ന് ഇതിലൊരു ഉദ്ഘാടനം എന്ന് പറയാനില്ല. നമ്മളെല്ലാവരും ചേർന്നാണ് നമ്മളിതെല്ലാം രൂപപ്പെടുത്തിയെടുക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് വളരെയേറെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നമ്മളുടെ ഈ നഗരസഭ ഈ കഴിഞ്ഞ കാലത്ത് സർക്കാർ നിർദ്ദേശിച്ച സ്ഥിരം പദ്ധതികളുണ്ട്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. വൈസ് ചെയർമാൻ ഷൗക്കത്ത് അലി കുമഞ്ചേരി അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുരേഷ് പാത്തിപ്പാറ, മുംതാസ് ബാബു, മുസ്തഫ കളത്തുംപടിക്കൽ, മേരീസ് ഷിബു, സ്മിത മോൾ, വിവിധ സംഘടനാ പ്രതിനിധികളായ പി അബ്ദുൽ ഹമീദ്, കെ അരുൺകുമാർ, എം ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വാർഷിക പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ മലപ്പുറം ജില്ലാ പര്യടനം വൻ വിജയമാക്കാൻ UDF പ്രവർത്തകർ സജ്ജരാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA അറിയിച്ചു. ഈ മാസം 13-14 തീയതികളിലായി ജില്ലയിലെ 12 കേന്ദ്രങ്ങളിലാണ് സ്വീകരണ സമ്മേളനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. UDF നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഈ വരുന്ന 13-ാം തീയതിയും 14-ാം തീയതിയും മലപ്പുറം ജില്ലയിലെ 12 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുകയാണ്. ഒന്നാമത്തെ ദിവസത്തെ പര്യടന പരിപാടി കുണ്ടോട്ടിയിൽ നിന്ന് ആരംഭിച്ച് രാവിലെ 10 മണിക്ക് കുണ്ടോട്ടിയിൽ സ്വീകരണം നൽകിയ സ്വീകരണത്തിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസാരിച്ച് അന്നേ ദിവസം അരീക്കോട്, അതുപോലെ നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ, മലപ്പുറത്ത് സമാപനമാണ്. രണ്ടാമത്തെ ദിവസം വേങ്ങരയിൽ നിന്ന് ആരംഭിക്കുന്ന പുതുയുഗ യാത്ര വൈകിട്ട് എടപ്പാളിൽ അവസാനിക്കും. UDFിൻ്റെ പ്രഗത്ഭരായ നേതാക്കളൊക്കെ തന്നെ ആ ജാഥയിലുണ്ടാവും. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അന്ന് ജാഥയെ അഭിസംബോധന ചെയ്യാൻ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിക്കും. 2 ദിവസത്തെ പ്രോഗ്രാം ഏറ്റവും വിപുലമായ രീതിയിൽ തന്നെ 12 കേന്ദ്രങ്ങളിൽ സ്വീകരണ സമ്മേളനങ്ങളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മാസം 13-14 തീയതികളിലായി ജില്ലയിലെ 12 കേന്ദ്രങ്ങളിലാണ് സ്വീകരണ സമ്മേളനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 13 രാവിലെ 10 മണിക്ക് കൊണ്ടോട്ടിയിൽ നിന്നും ആരംഭിക്കുന്ന പര്യടനം അരീക്കോട്, നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മലപ്പുറത്ത് സമാപിക്കും. 2ാം ദിനം വേങ്ങരയിൽ നിന്നും ആരംഭിച്ച് എടപ്പാളിലാണ് സമാപനമെന്നും അദ്ദേഹം പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖ നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ സംബന്ധിക്കും. കേരളത്തിലെ ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള ശക്തമായ താക്കീതായി ഈ യാത്ര മാറുമെന്നും അനിൽകുമാർ കൂട്ടിച്ചേർത്തു. പ്രവാസി കമ്മീഷന് മുൻപിലെത്തുന്ന പരാതികളിൽ ഭൂരിഭാഗവും സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടതാണെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ്. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പ്രവാസി കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. നിരവധി കംപ്ലൈന്റുകൾ, പുതിയതും പഴയത് 2017 തുടങ്ങിയിട്ടുള്ള പെൻഡിങ് പെറ്റീഷൻസുമാണ് ഇപ്പോൾ ഞങ്ങൾ പരിഗണനയിൽ എടുക്കുന്നത്. ഒത്തിരി കേസുകൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും, പഞ്ചായത്തും മുനിസിപ്പാലിറ്റി, പോലീസ്, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളും, വെൽഫെയർ ബോർഡുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകൾ, നോർക്ക ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള കേസുകൾ, അങ്ങനെ പല വിധത്തിലുള്ള കേസുകളും പരിഗണിക്കാനും താമസം കൂടാതെ അതിനെ റിപ്പോർട്ടുകളും അതിൻ്റെ പരിഹാരങ്ങളുമൊക്കെ കമ്മീഷന് പരിഹാരം ഡയറക്റ്റ്ലി കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള കേസുകൾ വന്നാൽ അതിന് വേണ്ടതായ നിയമോപദേശങ്ങൾ കൊടുത്ത് കക്ഷികൾക്ക് വേറെ മാർഗത്തിലൂടെ സാധിക്കുന്ന കേസുകളിൽ അങ്ങനെയും പ്രൊസീഡ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചുള്ള പരാതികളിൽ മിക്കവാറും ഉള്ളത് സാമ്പത്തിക തട്ടിപ്പുകളാണ്. അതിൽ ഒരു ജോലി അന്യദേശത്തെന്ന് പറയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതിയോ ഏജൻസിയുടെ ക്രെഡൻഷ്യൽസോ ഒന്നും അന്വേഷിക്കാതെ
പണയപ്പെടുത്തിയും കടം വാങ്ങിയും ഒക്കെ പണം കൊടുത്ത് ചതിക്കുഴിയിൽ വീഴുന്ന ഒത്തിരി കുട്ടികൾ, സഹോദരങ്ങളൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഞങ്ങൾ പല അദാലത്തുകളിലും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എടുത്തു ചാടി പുറപ്പെടുന്നതിന് മുൻപ് ഇതിൻ്റെ സത്യാവസ്ഥയെ പറ്റി നോർക്കയിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ അന്വേഷിച്ച് അതിൻ്റെ ഒരു നിജസ്ഥിതി അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനായി പുറപ്പെടാവുള്ളൂ. നമ്മുടെ നാട്ടിലും മനുഷ്യർ ജീവിക്കുന്നുണ്ട്, വിദേശത്ത് പോയി മാത്രമല്ല മനുഷ്യർ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ പോയാൽ എല്ലാം ആയി എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് കിട്ടാത്ത കാശും കടം വാങ്ങി കൊടുത്തിട്ട് പലരുടെയും ആരുടെയാണ് അക്കൗണ്ട് എന്ന് പോലും അറിയാത്ത അക്കൗണ്ടുകളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ വാങ്ങിച്ചവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസോ അവരുടെ ഫോൺ നമ്പരോ കോണ്ടാക്ട് ഡീറ്റെയിൽസോ ഒന്നും അറിയാതെയാണ് ഒരു കഷ്ണം കടലാസിൽ ഒരു പരാതിയായിട്ട് ആൾക്കാർ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള പരാതികൾ പോലും അദാലത്തിൽ പരിഗണനയ്ക്ക് വരുന്നുണ്ടെന്നും കമ്മീഷന്റെ കൃത്യമായ ഇടപെടലിലൂടെ പല കേസുകളിലും കാലതാമസമില്ലാതെ പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. പ്രവാസി മലയാളി എന്ന പേരിൽ തുടങ്ങുന്ന സംഘടനകളെല്ലാം സർക്കാർ സംവിധാനങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് പണം നിക്ഷേപിക്കുന്നവർ ചതിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. ഇത്തരം വ്യാജ സംഘടനകളെ തിരിച്ചറിയുവാൻ പ്രവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ഇതിനെതിരെയുള്ള ബോധവൽക്കരണം കമ്മീഷൻ ശക്തമാക്കുമെന്നും ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു. വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരവും ജോലി സാധ്യതകളും കൃത്യമായി പരിശോധിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. നോർക്ക ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പറേഷൻ ശുഭയാത്ര പോലുള്ള പദ്ധതികളിൽ രജിസ്റ്റർ ചെയ്ത് വിവരങ്ങൾ തേടുന്നത് തട്ടിപ്പുകൾ ഒഴിവാക്കുവാൻ സഹായിക്കും. അനധികൃത റിക്രൂട്ടിംഗ് ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും ചതിക്കുഴികളെക്കുറിച്ച് പോലീസിനും നോർക്ക റൂട്ട്സിനും വെൽഫെയർ ബോർഡിനും കൃത്യമായ വിവരങ്ങൾ കൈമാറുന്നുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പ്രവാസി പ്രശ്നങ്ങളിൽ വേഗത്തിൽ പരിഹാരം കാണുവാനാണ് കമ്മീഷൻ ശ്രമിക്കുന്നത്. പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കാലതാമസം കൂടാതെ കമ്മീഷനെ അറിയിക്കണമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. അദാലത്തിൽ 75 കേസുകളാണ് പരിഗണിച്ചത്. 40 കേസുകളിൽ പരാതിക്കാർ ഹാജരായി. 25 പുതിയ കേസുകൾ കമ്മീഷന് മുൻപാകെ എത്തി. 4 കേസുകൾ പരിഹരിച്ചു. ചില കേസുകളിൽ പോലീസ് റിപ്പോർട്ട് തേടി. മറ്റുള്ള കേസുകൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കുള്ള അദാലത്ത് മാർച്ച് 10 കണ്ണൂരിൽ നടക്കും. അദാലത്തിൽ കമ്മീഷൻ സെക്രട്ടറി ആർ ജയറാം കുമാർ, അംഗങ്ങളായ PM ജാബിർ, MM നയീം തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ കേരള സോയിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം വണ്ടൂർ MLA AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മരവ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശക്തിപ്പെടുത്തുന്നതിന് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറ്റങ്ങൾ വുഡ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ അതിജീവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ടുള്ള വുഡ് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അവർക്കത് നൽകുവാനും അതോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിലും കാലത്ത് ജീവിക്കുന്ന രീതിയിലും ഒക്കെ മരം തന്നെ ഉപയോഗിക്കാൻ കഴിയും. മറ്റ് ഇതെല്ലാം നല്ലത് നമ്മുടെ മരം തന്നെയാണ് എന്നൊരു ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അപ്പൊ ആ രീതിയിൽ പരമ്പരാഗത മരം കൊണ്ടുണ്ടാക്കുന്ന എന്തായാലും അത് ആഗ്രഹിക്കുന്നവർക്ക് അത് നൽകുവാനും ആധുനിക കാലഘട്ടത്തിൽ മാറി വരുന്ന ഇന്ന് കെട്ടിട നിർമ്മാണങ്ങളായാലും വീട് നിർമ്മാണത്തിൽ നിന്നും ഉപയോഗിക്കുന്ന ഒരുപാട് സാമഗ്രികളുണ്ട്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മരവ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റ് നിർമ്മാണ സാമഗ്രികളെക്കാൾ ഈട് നിൽക്കുന്നതും പ്രകൃതി സൗഹൃദവുമായ മരത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോൺക്രീറ്റ്, അലുമിനിയം, മെറ്റൽ തുടങ്ങിയവയ്ക്ക് പകരം പരമ്പരാഗതമായ മരത്തിന്റെ ഗുണമേന്മ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വെറൈറ്റി ബീരാൻകുട്ടി കോട്ടയ്ക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നോർത്ത് DFO ധനേഷ് കുമാർ IFS മുഖ്യാതിഥിയായി. സംസ്ഥാന സെക്രട്ടറി KCN അഹമ്മദ് കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ ആയിങ്കലം സ്വാഗതം ആശംസിച്ചു. സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു. വ്യവസായ മേഖലയിൽ മെമ്പർമാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CJ ആന്റണി, സംസ്ഥാന ട്രഷറർ ഡോക്ടർ അജീഷ് കുമാർ S, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ഹുസൈൻ ഹാജി, സംസ്ഥാന സെക്രട്ടറി മദാരി ഷൌക്കത്ത് അലി തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മരവ്യവസായ ഉടമകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉൾവനത്തിലെ കുടിലിൽ പ്രസവിച്ച ആദിവാസി യുവതിയെ കരുളായി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരെത്തി ആശുപത്രിയിലേക്ക് മാറ്റി. മുണ്ടക്കടവിലെ രമേഷിന്റെ ഭാര്യ സൈമോളയും ഇവരുടെ നവജാത ശിശുവിനെയുമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്.
29-കാരിയായ സൈമോളുടെ 8ാമത്തെ പ്രസവമാണിത്. വിവരമറിഞ്ഞ് ഊരിലെത്തിയ ആരോഗ്യപ്രവർത്തകർ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ആംബുലൻസിൽ അമ്മയെയും കുഞ്ഞിനെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സൈമോളുടെ 8 പ്രസവങ്ങളിൽ പലതും നടന്നത് വീട്ടിൽ തന്നെയാണ്. 8ാമത് പൂർണ്ണ ഗർഭിണിയായ സമയത്ത് തന്നെ ആരോഗ്യപ്രവർത്തകർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുവാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇതനുസരിക്കാതെ കഴിഞ്ഞ ദിവസം ഇവർ വീട്ടിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു. ഇന്നലെ പ്രസവിച്ച കുഞ്ഞ് ഉൾപ്പെടെ 6 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണ് രമേശ് സൈമോൾ ദമ്പതികൾക്കുള്ളത്. കരുളായി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഷീനയുടെ നിർദ്ദേശപ്രകാരം PHN തങ്കം, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ്മ, JPHNമാരായ ശോഭന, അശ്വതി, MLHP കൊച്ചുറാണി എന്നിവർ മുണ്ടക്കടവിലെത്തിയാണ് സൈമോൾക്ക് പ്രാഥമിക ചികിത്സ നൽകി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയതിന് പിഴ ചുമത്തി മമ്പാട് പഞ്ചായത്ത്. മമ്പാട് പഞ്ചായത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ താൽക്കാലികമായി സൂക്ഷിക്കുന്നതിനായി സ്ഥാപിച്ച മിനി MCFന് സമീപം പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയതിനാണ് 5000 രൂപ പിഴ ചുമത്തിയത്. കമ്പരിപ്പടി തിരുവാലി റോഡിൽ പന്തലിങ്കൽ മാലിന്യം തള്ളിയതായി ഹരിതകർമ്മസേനാംഗങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ PP ഷമീറിന്റെ നേതൃത്വത്തിലുള്ള എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിക്ഷേപിച്ച മാലിന്യ ചാക്കുകൾ കെട്ടഴിച്ച് പരിശോധന നടത്തി. അന്വേഷണം നടത്തിയതിൽ നിന്നും മാലിന്യം തള്ളിയ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങളാണ് ചാക്കുകളിലാക്കി പൊതുസ്ഥലത്ത് തള്ളിയത്. ചുമത്തിയ പിഴ അടവാക്കുകയും ചെയ്തു. പൊതുസ്ഥലത്തും സ്വകാര്യ സ്ഥലത്തും മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെയും പൊതു ഓടയിലേക്കും ജലാശയങ്ങളിലേക്കും മലിനജലം ഒഴുക്കുന്നവർക്കെതിരെയും മാലിന്യം കത്തിക്കുന്നവർക്കെതിരെയും കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഇത്തരം നിയമലംഘനങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി P. അവിസന്ന അറിയിച്ചു. മുഴുവൻ വീടുകളും സ്ഥാപനങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൃത്യമായി എല്ലാ മാസവും യൂസർ ഫീ നൽകി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറണമെന്നും മാലിന്യമുക്ത മമ്പാട് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി എല്ലാവരും പങ്കാളികളാകണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല പറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.